നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്കാർക്കും വിശുദ്ധരായിരിക്കുവാൻ കഴിയുകയില്ല. ക്രിസ്തുവിൽ നമ്മുടെ പദവി മുഖാന്തരമായിട്ടാണ് നമ്മെ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ പദവിക്കനുസരിച്ച് നാം ജീവിക്കണം എന്ന് മാത്രം. ജീവസന്ദേശത്തിൻ്റെ കൊലോസ്യ ലേഖന പഠനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവ ഇഷ്ടപ്രകാരമാണ് നമ്മുടെ ജീവിതം എന്നുള്ള ഉറപ്പാണ് ഏതൊരു വ്യക്തിയെയും സന്തോഷവും സംതൃപ്തിയുമുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമയാക്കി തീർക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ പിതാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നതുകൊണ്ട് അവിടുന്ന് എന്നെ ഏകനായി വിട്ടിട്ടില്ല. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 29-ാമത്തെ വാക്യമാണത്. ജീവിതത്തിൽ മറ്റൊന്നിനും നൽകുവാൻ കഴിയാത്ത ഉറപ്പും ധൈര്യവുമാണ് ദൈവഹിതത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയ്ക്ക് ഇത്രയധികം പ്രയോജനമുള്ളവനായി തീർന്നതിൻ്റെ കാരണവും ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള തൻ്റെ ചുവടുവെപ്പുകളായിരുന്നു. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നീ നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്നാകുന്നു യോശുവയോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട്. ദൈവഹിതത്തിൽ മുന്നേറുവാൻ ഈ പഠനം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത്. ക്രിസ്തു എങ്ങനെയാകുന്നു എന്ന് പഠിക്കുമ്പോൾ നാം എങ്ങനെ ആയിത്തീരണമെന്ന് നാം മനസ്സിലാക്കും. ക്രിസ്തു സകല സൃഷ്ടിയുടെയും കർത്താവാകയാൽ നാം അവനെ നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവായി വാഴിക്കേണ്ടതാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായി പറഞ്ഞു തരുന്ന ഒരു ഭാഗമാണ് കൊലോസ്യ ലേഖനത്തിൽ നാം ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. വിശുദ്ധ പൗലോസിൻ്റെ 4 കാരാഗ്രഹ ലേഖനങ്ങളും കൂടി ഒരുമിച്ച് ചിന്തിച്ചാൽ അവയിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അഥവാ ക്രിസ്തീയ സഭയുടെ എല്ലാ വശങ്ങളെയും കുറിച്ച് പരിഗണിച്ചിരിക്കുന്നതായി കാണാവുന്നതാണ്. ഈ 4 ലേഖനങ്ങളെ മൊത്തത്തിൽ ക്രിസ്തീയ മാർഗത്തിൻ്റെ ശരീരവിജ്ഞാനീയമെന്നോ അഥവാ സഭയുടെ ശരീരവിജ്ഞാനീയമെന്നോ ഒക്കെ വിളിക്കാവുന്നതാണ്. ഈ 4 ലേഖനങ്ങളിലെ വിഷയങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ എല്ലാ തലങ്ങളെയും ആവരണം ചെയ്യുന്നതായി നമുക്ക് കാണാവുന്നതാണ്. കൊലോസ്യ ലേഖനത്തിൽ ശരീരത്തിൻ്റെ തലയായ ക്രിസ്തുവിങ്കലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. സഭയാകുന്ന ശരീരത്തിന് 2-ാം സ്ഥാനമാണുള്ളത്. ക്രിസ്തുവാണ് പ്രധാനപ്പെട്ടത്. ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചാണ് ആയിരിക്കുന്നത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഇന്ന് നമുക്ക് ആരംഭത്തിൽ വായിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമത്തിയോസും കൊലോസിയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തോലൻ എന്ന് പൗലോസ് തന്നെ സംബോധന ചെയ്തിരിക്കുന്നു. ദൈവഹിതത്താലാണ് അപ്രകാരം ആയിരിക്കുന്നത് എന്ന് പൗലോസ് പറയുന്നു. ഇത് പൗലോസ് എല്ലായ്പ്പോഴും പറഞ്ഞിരുന്നു. പൗലോസ് ഒരു അപ്പോസ്തോലനായിരുന്നപ്പോഴും ദൈവഹിതത്തിൽ തന്നെ ആയിരുന്നു. ദൈവമാകുന്നു അവനെ ഒരു അപ്പോസ്തലനാക്കി നിയമിച്ചത്. താങ്കൾ ഇന്ന് ദൈവേഷ്ടം അഥവാ ദൈവത്തിൻ്റെ ഹിതത്തിലാണോ ജീവിക്കുന്നത്? നിങ്ങൾ ക്രിസ്തുവിനെയാണോ സേവിക്കുന്നത്? നിങ്ങൾ ആയിരിക്കേണ്ട സ്ഥാനത്താണോ ആയിരിക്കുന്നത് എന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? താങ്കൾ ആയിരിക്കേണ്ട സ്ഥാനത്താണോ ആയിരിക്കുന്നത് എന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? ശരിയായ സ്ഥാനത്ത് ശരിയായ ജോലിയിലാണ് നിങ്ങൾ എന്ന ഉറപ്പ് അതുണ്ടോ? ഓരോ ക്രിസ്തു വിശ്വാസിയും
വിശ്വാസികളുടെ സമൂഹത്തിൽ പ്രവർത്തന നിരതരായിരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നെല്ലാവരും ധൃതിയിലാണ്. തങ്ങൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് പലരും ധൃതിയായിരിക്കുന്നത് എന്ന് മാത്രം. അവർ അത് ചെയ്യണമെന്നല്ല ദൈവഹിതം. അതെ, പലപ്പോഴും നാം മറ്റുള്ളവരെ അനുകരിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ നമ്മുടെ വരങ്ങൾ വ്യത്യസ്തമാണെന്നും നാം ഓരോരുത്തരും ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് പ്രവർത്തിക്കേണ്ടവരാകുന്നു എന്നും പ്രത്യേകം നാം ഓർക്കണം. വ്യത്യസ്തമായ രീതിയിലാണ് നാം ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത്. നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വലിയ സത്യം അതത്രേ. എന്നാൽ നാം പ്രവർത്തിക്കേണ്ടതാണ്. ദൈവം പൗലോസിനെ ഒരു അപ്പോസ്തലനാക്കി. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവമാണോ നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നത്? ആ ഉറപ്പുണ്ടോ? ദൈവേഷ്ടപ്രകാരമാണോ താങ്കൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അത് വലിയ സംതൃപ്തി ജീവിതത്തിൽ കൊണ്ടുവരും. എത്ര പ്രതികൂലം നിറഞ്ഞ സാഹചര്യത്തിൽ പോലും ഒരു ദൈവ പൈതലിന് സന്തോഷിക്കുവാൻ സാധിക്കുന്നത് താൻ ദൈവഹിതത്തിൽ തന്നെ ആകുന്നു എന്ന ഉറപ്പാണ്. സ്വന്തം യോഗ്യതയാലല്ല, ദൈവത്തിൻ്റെ പരമാധികാര ഹിതത്താൽ, സ്വന്തം ഇഷ്ടത്താൽ പൗലോസ് വേറെ മാർഗത്തിലാണ് പണ്ട് സഞ്ചരിച്ചിരുന്നത്. അവൻ അപ്പോസ്തലനായത് തികച്ചും ദൈവേഷ്ടത്താലാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവേഷ്ടത്താൽ താങ്കൾ ആരായിരിക്കുന്നു, എവിടെയായിരിക്കുന്നു എന്നത് സുപ്രധാന കാര്യങ്ങളാണ്. തൻ്റെ വിളിയെക്കുറിച്ച് പൗലോസിന് നിശ്ചയമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ നിശ്ചയമുണ്ടോ? അതെ, ദൈവേഷ്ടത്താൽ ഒരു ബിസിനസ് ചെയ്യുന്നു, ദൈവേഷ്ടത്താൽ വിദേശത്ത് ജോലിയെടുക്കുന്നു, ദൈവേഷ്ടത്താൽ ഒരു ഗ്രഹനായികയാകുന്നു, ദൈവേഷ്ടത്താൽ സുവിശേഷ വേലയിലായിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾക്ക് പ്രാഗൽഭ്യത്തോടെ നിങ്ങളുടെ കാര്യം പറയുവാൻ സാധിക്കുമോ? നാം ദൈവേഷ്ടത്തിന് പൂർണ്ണമായും വിധേയപ്പെടുന്നത് വരെ അവന് നമ്മെ ശരിയായി ഉപയോഗിക്കുവാൻ സാധ്യമല്ല. പൗലോസിൻ്റെ എളിമ ഇവിടെ പ്രകടമാകുന്നു. അതേസമയം തന്നെ പൗലോസ് തൻ്റെ ഈ ലേഖനം കൊലോസ്യ വിശ്വാസികളെ എഴുതി അറിയിക്കുമ്പോൾ വേദവിപരീതത്തിനെതിരായി സത്യ ക്രിസ്ത്യാനിത്വത്തിൻ്റെ മുഖ്യ വക്താവ് എന്ന നിലയിൽ തനിക്കുള്ള സ്ഥാനവും അവകാശവും ഇവിടെ അവൻ ഉറപ്പിച്ചു പറയുന്നു. മനുഷ്യനായ പൗലോസിൻ്റെ അല്ല, അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകളാണ് ഇവ എന്ന് ഈ വായിക്കുന്നവർ അറിയണമെന്ന് താൻ ആഗ്രഹിച്ചു. ആദിമസഭയിലെ ഒരു പ്രേക്ഷിത പ്രവർത്തകൻ്റെ വാക്കുകളല്ല, ക്രിസ്തു ദൈവികമായി നിയമിച്ച വക്താവിൻ്റെ ആധികാരിക വചനങ്ങളായി, അതായത് ദൈവവചനമായി അവർ അത് മനസ്സിലാക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. രണ്ട് കൂട്ടം ആളുകളെക്കുറിച്ചല്ല പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. വിശുദ്ധന്മാരും വിശ്വസ്ത സഹോദരന്മാരും രണ്ടും ഒന്ന് തന്നെയാണ്. വിശുദ്ധ സഹോദരന്മാർ വിശ്വാസികളായ സഹോദരന്മാരുമാണ്. അവർ വിശുദ്ധന്മാരത്രേ. ഓർക്കണം, നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് വിശുദ്ധരായി തീരുവാൻ കഴിയുകയില്ല. നമ്മുടെ ക്രിസ്തുവിലുള്ള പദവി മുഖാന്തരമായിട്ടാണ് നാം വിശുദ്ധന്മാരായി തീർന്നിരിക്കുന്നത്. വിശുദ്ധന്മാർ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെടുക എന്ന അർത്ഥമാണുള്ളത്. ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവരും വിശ്വാസികളായ സഹോദരന്മാരും ഒരു കൂട്ടർ തന്നെയാകുന്നു. പഴയ നിയമത്തിൽ മഹാപുരോഹിതന്മാരുടെ പട്ടത്തിന്മേൽ വിശുദ്ധം എന്നെഴുതിയിരുന്നു. അവനെ കർത്താവിനായി വേർതിരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ശബത്ത് നാളിനെ വിശുദ്ധമായി പരിഗണിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവിക കൽപ്പന അനുസരിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനുമായി ആഴ്ചയിലെ മറ്റ് ദിവസങ്ങളിൽ നിന്ന് അതിനെ വേർതിരിച്ചു എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് അത് വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞത്. അവരിൽ വിശുദ്ധി കണ്ടതുകൊണ്ട് അവരെ വിശുദ്ധന്മാർ എന്ന് വിളിച്ചതല്ല, പിന്നെയോ ദൈവം അവരെ വിളിച്ചതുകൊണ്ട് അവർ വിശുദ്ധന്മാരായി തീർന്നതാണ്. ആരെങ്കിലും ഒരു സഭാ മേലധ്യക്ഷൻ വിശുദ്ധന്മാർ ആക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. മരിച്ചു വളരെ നാൾ കഴിഞ്ഞ് വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കുകയുമല്ല. ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ നാം വിശുദ്ധന്മാരാകുകയാണ്. ചുരുക്കത്തിൽ വിശുദ്ധൻ അല്ലാത്ത ഒരുവനൊരു ക്രിസ്ത്യാനി അല്ല എന്നതാണ് സത്യം. അവർ ക്രിസ്തുവിൽ ഉള്ളവരെങ്കിലും
കൊലോസ്യയിലാണ് പാർക്കുന്നത്. നിങ്ങൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ളതല്ല ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പിന്നെയോ നിങ്ങൾ ആരിലാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കിവിടെ ഒരു മേൽവിലാസം ഉണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ മുകളിലും നമുക്കൊരു മേൽവിലാസം ഉണ്ടായിരിക്കണം എന്നത്രേ ഞാൻ പറഞ്ഞത്. ക്രിസ്തുവിൽ വിശുദ്ധന്മാരെന്ന് മാത്രമല്ല അവരെ വിളിക്കുന്നത്, വിശ്വസ്ത സഹോദരന്മാർ എന്നും കൂടി പൗലോസ് വിളിക്കുന്നു. വിശുദ്ധന്മാർ എന്നത് ദൈവത്തോടുള്ള ഐക്യതയും, വിശ്വസ്ത സഹോദരന്മാർ എന്നത് വിശ്വാസികൾ തമ്മിലുള്ള ഐക്യത്തെയും കാണിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട പദവിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പൗലോസ് പറയുന്നു. ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് അനുഭവിക്കണമെങ്കിൽ നാം ദൈവത്തിൻ്റെ കൃപ അറിയേണ്ടവരാണ്. സഭയിൽ ആദ്യമായി കടന്നുകൂടിയ ദുരുപദേശമാകുന്നു ജ്ഞാനവാദം. ഈ ജ്ഞാനവാദത്തെ എതിർത്തുകൊണ്ടാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത് തന്നെ. ഇത് നാം ഓർത്തിരിക്കണം എപ്പോഴും. ജ്ഞാനവാദികളിലെ എസൻസ് എന്ന കൂട്ടരായിരുന്നു കൊലോസ്യയിൽ ഉണ്ടായിരുന്നത്. ദൈവം മനുഷ്യനിൽ നിന്ന് വളരെ അകന്നാണ് വസിക്കുന്നതെന്നത്രേ അവർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നത്. നമ്മുടെ ചുറ്റും കാണുന്ന മതസമ്പ്രദായങ്ങൾക്കൊക്കെ ഏതോ അപ്രാപ്യ സ്ഥാനത്ത് എത്തിച്ചേരാനുള്ള മാർഗമായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിങ്കൽ എത്തുന്നതിന് മുൻപുള്ള ചില മാർഗങ്ങൾ കൃപയും സമാധാനവും പിതാവായ ദൈവത്തിങ്കൽ നിന്ന് വരുന്നു എന്ന് പൗലോസ് വ്യക്തമാക്കിയിരിക്കുന്നു. ക്രിസ്തുവിൽ കൂടി നമുക്ക് നേരിട്ട് പിതാവായ ദൈവത്തിങ്കിലേക്ക് കടന്നു ചെല്ലാവുന്നതത്രേ. ഇനിയും 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അവസാന ഭാഗത്ത്, അതായത് 5-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് നേരിട്ട് ദൈവത്തിങ്കിലേക്ക് കടന്ന് ചെല്ലാവുന്നതാണ്. യാതൊരു വിധമായ മധ്യസ്ഥരുടെയും ആവശ്യമില്ല. ക്രിസ്തു യേശുവിലായിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും പിതാവായ ദൈവത്തിങ്കിലേക്കും പ്രവേശനമുണ്ട്. വിശ്വാസത്താലുള്ള നീതീകരണം കൊണ്ട് ലഭ്യമാകുന്ന ഒരു പ്രയോജനമാണ് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി പിതാവിങ്കിലേക്കുള്ള പ്രവേശനം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ എപ്പോഴും എന്ന് പൗലോസ് ഇവിടെ പറയുമ്പോൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞവരുടെ ഒരു ലിസ്റ്റ് അവൻ തയ്യാറാക്കുന്നത് നല്ലതാണ്. അതിനോടുകൂടെ കൊലോസ്യയിലെ വിശ്വാസികളെയും നമുക്ക് ചേർക്കാവുന്നതത്രേ. പൗലോസ് അപ്പോസ്തലൻ എല്ലായ്പ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. തൻ്റെ പ്രാർത്ഥനാ ലിസ്റ്റിൽ അവർ ഉൾപ്പെട്ടിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? മറ്റുള്ളവർ കർത്താവിൻ്റെ ഭാഗത്തേക്ക് കടന്നു വരുന്നതിനും വിശ്വാസത്തിൽ അവർ സ്ഥിരപ്പെടേണ്ടതിനും നിങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ടോ? പൗലോസ് അപ്പോസ്തലൻ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നതിൽ തൽപരനായിരുന്നു. ഈ ലേഖനത്തിൽ ഒരുപാട് പ്രാവശ്യം അത് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രാർത്ഥന ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ നമുക്ക് സമയം ചെലവഴിക്കണം. പ്രത്യേകിച്ച് അവരുടെ ആത്മീയ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ 3-4 വാക്യങ്ങളിൽ നാം കണ്ടത് സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ എന്നത്രേ. ഈ 3-4 വാക്യങ്ങളിൽ 3 കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവ വിശ്വാസം, സ്നേഹം, പ്രത്യാശ എന്നിവയാണ്. വിശ്വാസം ഭൂതകാലത്തെയും സ്നേഹം വർത്തമാനകാലത്തെയും പ്രത്യാശ ഭാവി കാലത്തെയും കുറിക്കുന്നതാണ്. കൊലോസ്യയിലെ വിശ്വാസികളുടെ നല്ല വശങ്ങളെക്കുറിച്ച് പറയുവാൻ പൗലോസ് ഒരുമ്പെടുകയാണ് ചെയ്യുന്നത്. അവർക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. വിശ്വാസം ചരിത്ര വസ്തുതകളിന്മേലാണ് നിലകൊള്ളുന്നത്. അത് ഭൂതകാലത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.
അവർ മുമ്പ് കേട്ടതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ എന്ന് നാം വായിച്ചല്ലോ. ഇവിടെ സുവിശേഷം അതിൻ്റെ സാരാംശത്തെയും സൂചിപ്പിച്ചിരിക്കുന്നു. അതായത് ദൈവകൃപയുടെ സുവിശേഷത്തെ സംബന്ധിക്കുന്ന വലിയ സത്യങ്ങളെക്കുറിച്ചും സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം. നാം അവനിൽ വിശ്വസിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും വിശ്വസിക്കുന്നതിനായി പ്രേരണ ലഭിക്കാത്തിടത്തോളം കാലം വാസ്തവത്തിൽ താങ്കൾ സുവിശേഷം കേട്ടിട്ടില്ല എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. നമുക്ക് പ്രവർത്തിക്കുവാനുള്ള എന്തെങ്കിലുമല്ല സുവിശേഷം. പിന്നെയോ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി എന്താണ് ചെയ്തത് എന്നത്രേ സുവിശേഷം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമുക്കൊക്കെ അറിയാമല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന്. അന്ധകാരത്തിലേക്കുള്ള ഒരു എടുത്തുചാട്ടമല്ല വിശ്വാസം എന്നുള്ളത്. അത് ചരിത്ര വസ്തുതകളിന്മേൽ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ദൈവത്തെ വിശ്വസിക്കുക അത്രേ അതിൽ കൂടി ഒരാൾ ചെയ്യുന്നത്. സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് എന്ന് നാം വായിക്കുന്നു. വിശ്വാസം ഭൂതകാലത്തെ ആശ്രയിച്ചാണ്, എന്നാൽ സ്നേഹം വർത്തമാനകാലത്തേക്കുള്ളതാണ്. മറ്റു വിശ്വാസികളെ വിമർശിക്കുന്നതിനും അവരിൽ കുറ്റം കണ്ടുപിടിക്കുന്നതിനും തങ്ങളുടെ അധിക സമയവും ചെലവഴിക്കുന്ന വിശ്വാസികൾ ഉണ്ട് എന്നത് വളരെ ശോചനീയമായിട്ടുള്ള ഒരവസ്ഥയാണ്. അതിവിശുദ്ധ വിശ്വാസത്തിനായി തങ്ങൾ നിലകൊള്ളുന്നു എന്നാണ് ഇവരിൽ പലരുടെയും വാദം. അത് ശരിയായ സംഗതിയല്ല. തങ്ങളെപ്പോലെ പ്രവർത്തിപ്പാൻ തയ്യാറാകാത്തതിനാൽ മറ്റുള്ളവരെ നിന്ദിപ്പാൻ ശ്രമിക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ള സമീപനം അല്ല സുഹൃത്തെ ആവശ്യമായിരിക്കുന്നത്. ക്രിസ്തു വിശ്വാസികൾ തമ്മിൽ സ്നേഹമുള്ളവരാകുന്നു എന്ന് കാണുവാനാണ് ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി താനൊരു ക്രിസ്തുവിശ്വാസി എന്ന് പറഞ്ഞിട്ട് തൻ്റെ സഹോദരനോട് സ്നേഹം കാണിക്കാതിരുന്നാൽ അത് കപടഭക്തിയാണ്. നമുക്ക് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി എന്ന് വരാം. അങ്ങനെയുള്ളപ്പോൾ നാം അത് സ്വീകരിപ്പാൻ തയ്യാറാവുകയും അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ പ്രത്യേകം ഓർക്കണം. ഒരു ക്രിസ്തുവിശ്വാസി കൃപയാൽ രക്ഷിക്കപ്പെട്ട പാപിയാണെന്ന വസ്തുത മറന്നു പോകരുത്. ഈ ജീവിതത്തിൽ നമ്മിൽ ആരും തന്നെ പൂർണ്ണരായിരിക്കുകയില്ല. നമ്മൾ പലരും മറ്റുള്ളവരെ വിമർശിക്കാറുണ്ട്. അവരുടെ പ്രവർത്തനത്തോട് നാം യോജിക്കുകയില്ലെങ്കിലും അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത് അത്രേ. കൊലോസ്യയിലെ ഈ വിശ്വാസികൾക്ക് ചില നല്ല വശങ്ങളുണ്ടായിരുന്നു. ദൈവവിശ്വാസത്തിൽ അവർ ഉറച്ചവരായിരുന്നു. സഹോദരന്മാർക്ക് തമ്മിൽ സ്നേഹമുണ്ടായിരുന്നു. അവർക്ക് ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയും ഉണ്ടായിരുന്നതായി പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം എന്നാണ് അവർക്ക് എഴുതിയത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലും പൗലോസ് അപ്പോസ്തലൻ ഈ 3 ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഒരു അല്പം വ്യത്യസ്തമായ രീതിയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഈ പട്ടികയിൽ, ഇവിടെ പറഞ്ഞിരിക്കുന്ന പട്ടികയിൽ പ്രത്യാശയ്ക്ക് 2-ാം സ്ഥാനവും സ്നേഹത്തിന് 3-ാം സ്ഥാനവുമാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ കാരണം സ്നേഹം മാത്രമേ നിലനിൽക്കുവാൻ പോകുന്നുള്ളൂ എന്നതാണ്. സ്നേഹം വർത്തമാനകാലത്തേക്കുള്ളതാണ്, അത് ശരിയാണ്. എന്നാൽ നിത്യതയോളം സ്നേഹം നിലനിൽക്കുന്നതുമാകുന്നു എന്നതത്രേ വാസ്തവമായ കാര്യം. അതിനാൽ ഇവിടെ ഭൂമിയിൽ തന്നെ നാം സ്നേഹം പ്രകടമാക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമത്രേ. സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം എന്ന് നാം വായിച്ചല്ലോ. ഈ പ്രത്യാശ അനുഗ്രഹീതമായ പ്രത്യാശയാണ്. ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നാം നോക്കിപ്പാർക്കുകയും അവൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നാം കാത്തിരിക്കുകയും ചെയ്യേണ്ടതാണ്. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത് എന്ന് നാം മറക്കരുത്. ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നാം നോക്കിപ്പാർത്തിരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പ്രത്യാശ ഒരു നിക്ഷേപമാണ്. ഇത് മരണമല്ല, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാണ്. അവർ ഇപ്പോൾ ആശ്രയിക്കുന്ന തത്വജ്ഞാനത്തിൽ ഈ പ്രത്യാശയില്ല എന്ന് പൗലോസ് കൊലോസ്യയിലെ വിശ്വാസികളോട് പറയുന്നു. പ്രത്യാശ സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമാണ്. പ്രത്യാശയുടെ പുതുക്കം വിശ്വാസത്തെയും സ്നേഹത്തെയും ഉത്തേജിപ്പിക്കുന്നു. സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾക്ക് മുമ്പ് കേട്ടതായി ലളിതമായ വിശ്വാസം അർപ്പിപ്പാനായി ദൈവം
നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ലളിതമായ ദൂതാണ് സുവിശേഷം. ചില പ്രത്യേക വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിശ്വസിക്കണമെന്നാണ് പറയുന്നത്. യേശുക്രിസ്തു കന്യകയിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ അതിശയങ്ങൾ പ്രവർത്തിച്ചു. അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. അവൻ ക്രൂശിൽ മരിക്കുകയും അടക്കപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. സഭയുടെ സ്ഥാപനത്തിനായി പെന്തക്കോസ്ത് ദിവസം അവൻ പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ചു. ഇന്ന് അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. നമ്മുടെ വീണ്ടെടുപ്പ് പൂർണ്ണമായി എന്നാണ് അവൻ്റെ സ്ഥാനം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. അവനിപ്പോൾ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന സ്ഥാനം ചൂണ്ടിക്കാണിക്കുന്നത് അതാണ്. നമ്മുടെ വീണ്ടെടുപ്പ് പൂർണ്ണമായി. അവൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നവർക്ക് അവൻ വാഗ്ദാനം ചെയ്യുന്ന ആ വിശ്രമത്തിലേക്ക് പ്രവേശിപ്പാനായി അവൻ നമ്മെ ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്ന ശുശ്രൂഷ അവൻ നിർവഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവസാനമായി അവൻ ഈ ഭൂമിയിലേക്ക് വീണ്ടും വരുവാൻ പോകുന്നു. ഇവയെല്ലാം മഹത്വകരമായ സുവിശേഷ സത്യങ്ങളുടെ ഭാഗമാണ്. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന സുവിശേഷത്തിൻ്റെ സത്യം ഇതാണ്. ഇനി നമുക്ക് 6-ാം വാക്യം കൂടി നോക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. സർവ്വലോകത്തിലും സുവിശേഷം കടന്നു ചെന്നതുപോലെ അത് കൊലോസ്യയിലും എത്തി എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. പൗലോസ് ഈ ലേഖനം എഴുതുന്ന സമയത്ത് സുവിശേഷം സകല ലോകത്തിലും കടന്നു ചെന്നിരുന്നുവോ? ഇത് വിശ്വസിപ്പാൻ പ്രയാസമുള്ളൊരു പ്രസ്താവനയാണ്. എന്നാൽ അങ്ങനെയാണ് പൗലോസ് പറയുന്നത്. പൗലോസ് ഇതായിരിക്കണം അർത്ഥമാക്കിയത്. അതായത് 3 വർഷക്കാലം പൗലോസ് അപ്പോസ്തലൻ എഫെസോസിൽ പാർത്തുകൊണ്ട് റോമാ സാമ്രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിന്നുമുള്ള ആളുകളോട് സുവിശേഷം അറിയിച്ചു. അതിൻ്റെ ഫലമായി പൗലോസ് തടവുകാരനായി റോമിലേക്ക് ചെല്ലുന്നതിന് വളരെ മുമ്പ് തന്നെ സുവിശേഷം റോമയിലും എത്തി. ലോകം എന്നതിന് കോസ്മോസ് എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഗ്രീക്കിൽ കോസ്മോസ്. അക്കാലത്തെ റോമാ സാമ്രാജ്യം എന്ന അർത്ഥമാണ് ഇവിടെയുള്ളത്. സുവിശേഷം അപ്പോൾ റോമാ സാമ്രാജ്യത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും കടന്നു ചെന്നിരുന്നു. റോമൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സുവിശേഷം എത്തിയിരുന്നു. ആദ്യകാല സുവിശേഷകർ പ്രവർത്തന നിരതരായിരുന്നു. റോമാ സാമ്രാജ്യമാകുന്ന ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സുവിശേഷം എത്തിയെന്നാണ് പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത്. പൗലോസ് പറയുന്നു ഫലം കായ്ച്ചും. എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെയൊക്കെയും അത് ഫലമുളവാക്കുമെന്നാണ് പൗലോസ് പറയുന്നത്. അതാണ് സത്യം. ദൈവം തൻ്റെ വചനം അനുഗ്രഹ കാരണമാക്കി തീർക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു എന്ന് പറയുമ്പോൾ രസകരമായ 2 കാര്യങ്ങൾ ഇവിടെ നാം കാണുന്നു. ആദ്യത്തേത് ആന്തരികമായ ഫലദായകത്തെയും ഒടുവിലത്തേത് ബാഹ്യമായ വളർച്ചയെയും കാണിക്കുന്നു. ഇല്ലേ? ഫലം പുറപ്പെടുവിക്കുന്നതോടൊപ്പം വൃക്ഷം വളർന്നുകൊണ്ടേ ഇരിക്കുന്ന അവസ്ഥ. അതുപോലെയാണ് സുവിശേഷം. സുവിശേഷം ഏത് പരീക്ഷണത്തെയും ചെറുത്ത് നിൽക്കാൻ കെൽപ്പുള്ളതാണ്. ക്രിസ്തുമാർഗം കടന്നു ചെന്ന രാജ്യങ്ങളിൽ അത് വരുത്തിയ പരിവർത്തനം അത്ഭുതകരമാണ്. പുരാതന ലോകത്തിലെ 3 പ്രധാന ദുഷ്ടതകൾ, ദോഷങ്ങളായിരുന്നു. 1 അടിമക്കച്ചവടം, 2 യുദ്ധങ്ങൾ, 3 സ്ത്രീകളുടെ തരം താഴ്ത്തൽ. ഇവയ്ക്കെല്ലാം മാറ്റം സംഭവിച്ചു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കും. 1 നിർത്തലാക്കപ്പെട്ടു, മറ്റവ ക്രിസ്തേതരം അല്ലെങ്കിൽ അക്രൈസ്തവമായി അംഗീകരിച്ചു. അത് ദൈവത്തിന് ചേരുന്നതല്ല എന്ന് മനുഷ്യർക്ക് മനസ്സിലായി. ഈ മാറ്റത്തിന് പ്രധാന കാരണം സുവിശേഷമാണ്. സുവിശേഷം എവിടെല്ലാം പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെല്ലാം അത് ഫലമുളവാക്കിയിട്ടുണ്ട്. പൗലോസ് അങ്ങനെ പറയുന്നത് സത്യമായ കാര്യം തന്നെയാണ്. ഓർക്കുക, സുവിശേഷീകരണം എന്ന് പറയുമ്പോൾ അനേകരും ചിന്തിക്കുന്നത് മതപ്രചരണം എന്നത്രേ. അത് ഒരിക്കലും അങ്ങനെയല്ല. അത് തികച്ചും തെറ്റായ ചിന്താഗതിയാകുന്നു. നല്ലതിനു വേണ്ടി മനുഷ്യനെ മാറ്റാത്തിടത്തോളം ഒരു മതവും ആർക്കും ഗുണം ചെയ്യില്ല. മതമല്ല, ക്രിസ്തുവാണ്
മനുഷ്യനിന്ന് ആവശ്യം. ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കുമ്പോൾ അത് ജീവിതത്തെ വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കും. സമൂഹം തന്നെ തന്മൂലം മാറ്റപ്പെടുന്നതായി കാണുവാൻ സാധിക്കും. അതത്രേ സുവിശേഷീകരണം. അതാകുന്നു നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. പൗലോസിൻ്റെ ശുശ്രൂഷയാൽ ചെയ്തെടുക്കുവാൻ സാധിച്ചത് അങ്ങനെയുള്ള വലിയ വേലയായിരുന്നു. ഇന്നും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ആ മാറ്റം മറ്റുള്ളവരിൽ സംഭവിക്കണം എന്ന ഒരു വലിയ ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ കർത്താവിലേക്ക് വരൂ. കർത്താവ് നിങ്ങളെ അതിനായി സഹായിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിശ്വാസിക്കു വേണ്ടി സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ സത്യസുവിശേഷത്തിൻ്റെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഭാഗമാകുന്നു. അഥവാ സത്യസുവിശേഷത്തിന് മാത്രമേ മനുഷ്യന് യഥാർത്ഥ പ്രത്യാശ നൽകുവാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളായ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയുടെ സമൃദ്ധമായ പ്രദർശനമാണ് കൊലോസ്യ സഭയിൽ നമ്മൾ ദർശിക്കുന്നത്.